ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവരുടെ ഈ സീസണിലെ ഒരു അവസ്ഥ എന്താണ് സത്യത്തിൽ അവർക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ ക്യാപ്ഷനിൽ കൊടുത്ത പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട കാര്യമാണ് ഈസ്റ്റ് ബംഗാൾ ISL ഏറ്റവും കൺസിസ്റ്റൻസി ഉള്ള ഒരു ടീമാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് കൺസിസ്റ്റൻസി, ഇതേവരെ പ്ലേ ഓഫ് പോലും കളിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നു. ഈ 5 വർഷങ്ങളിൽ 4 സീസണുകളിലും അവർ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ്. ഇത് കൺസിസ്റ്റൻസി അല്ല. 2021-22 സീസണിൽ മാത്രമാണ് അവർ 2 സ്ഥാനങ്ങൾ ഇറങ്ങി 11ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ഈ സീസണിലടക്കം 9ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് പ്രത്യേകിച്ച് ഒരു നല്ല കാര്യമല്ല എന്ന് പറയും. കാരണം അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സീസണാണ് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ. മോഹൻ ബഗാനോടൊപ്പം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടീമെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അവരുടെ റൈവൽസ് കൂടിയാണല്ലോ അവർ. അപ്പം അവർക്ക് അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിലെങ്കിലും കടക്കാൻ കഴിയണമായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ 9ാം സ്ഥാനത്തേക്ക് അവർ ഇത്തവണയും നിന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല സൂപ്പർ കപ്പിലും അവർ ആദ്യ മത്സരം തന്നെ തോറ്റ് പുറത്താകുന്ന സാഹചര്യം വന്നു. നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടീമിൻ്റെയും സ്ക്വാഡ് അനാലിസിസ് ചെയ്തിരുന്നില്ല. അപ്പം അതിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ക്വാഡ് അനാലിസിസ് ചെയ്തിട്ടുള്ള സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബിഗ് നെയിംസ് ഉണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ കോച്ചിൻ്റെ ഒരു പ്രശ്നവും നമ്മൾ സംസാരിച്ചതാണ്. കോൾസ് ക്വാഡ്രാറ്റ് സൂപ്പർ കപ്പ് വിൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വർഷം കൂടി നിൽക്കാൻ സാധിച്ചത്. പക്ഷേ അത് വീണ്ടും ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും പ്രശ്നമാകുന്നത് പ്രശ്നമാകുക തന്നെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ചില പൊസിഷൻസിൽ അടിപൊളി കുറേ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ചില പൊസിഷൻസിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. മാത്രമല്ല മറ്റ് ചില കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനുള്ളിലൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്തതുപോലൊക്കെ തന്നെ ഏറെക്കുറെ ഈസ്റ്റ് ബംഗാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്പോർട്ടിംഗ് കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുക്കുന്നത് അവരുടെ ഓണർഷിപ്പ് PSG തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് സ്പോർട്ടിംഗ് കാര്യങ്ങൾ അത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫണ്ടൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുക്കുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇമാമി ഗ്രൂപ്പാണ് മെയിൻ ഇൻവെസ്റ്റേഴ്സ്. പക്ഷേ ഈ ഒരു സ്പോർട്ടിംഗ് ഡിസിഷൻസിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ചില ഗ്രൂപ്പുണ്ട് ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ അകത്ത്. അപ്പം അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നലെ തുടങ്ങിയല്ല, കുറേ വർഷങ്ങളായിട്ട് അവർ ISL വരുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻ ബഗാൻ എപ്പോഴും ഒരു ട്രോഫി വിൻ ചെയ്യുന്ന ടീമും ഈസ്റ്റ് ബംഗാൾ ആ ഒരു ലെവലിലേക്ക് എത്താത്തത്. പിന്നെ പ്രതീക്ഷിച്ച കാര്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൾസ് ക്വാഡ്രാറ്റിൻ്റെ കാര്യം. അത് ഇടയ്ക്ക് വെച്ച് തന്നെ സാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഓസ്കാർ ബ്രൂസോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്പാനിഷ് പരിശീലനെ കൊണ്ടുവന്നത്. അദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങൾ കുറച്ച് ബെറ്ററായി. പക്ഷേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു നല്ല കാര്യം സംഭവിച്ചത് AFC ചലഞ്ച് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു എന്നുള്ളതാണ്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്കറിയാം സാഫ് റീജിയനിലൊക്കെയുള്ള ഒപ്പോണൻസ് അല്ലെങ്കിൽ അത്ര വലിയ ഒപ്പോണൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് വന്ന് തുർക്കമെനിസ്ഥാൻ ടീമൊക്കെ ആയിട്ട് കളിച്ച സമയത്ത് അവർ ഡൊമസ്റ്റിക് പ്ലേയേഴ്സൊക്കെ ആയിട്ട് കളിച്ചിട്ട് കൂടി ഈസ്റ്റ് ബംഗാളിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ സൂപ്പർ കപ്പിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാറി. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഓസ്കാർ ബ്രൂസോണിൻ്റെ ടീമല്ല, അദ്ദേഹം ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു പരിശീലകനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണെങ്കിലും ഓസ്കാർ ബ്രൂസോണിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വരുന്നതിന് മുമ്പ് ഈ സ്ക്വാഡിലേക്ക് തന്നെ വരാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സ്ക്വാഡിൽ കുറേ ബിഗ് നെയിംസ് ഉണ്ട്, പക്ഷേ ചില പൊസിഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ സ്ക്വാഡ് അനാലിസിസ് ചെയ്യുന്നതിനപ്പുറത്തേക്കും കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പ്ലേയേഴ്സിനൊക്കെ എത്രമാത്രം ആ ഒരു പെർഫോമൻസിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇപ്പം നമുക്ക് ഓരോ പ്ലേയേഴ്സിലേക്ക് വരാം. ഇപ്പം ഗില്ല് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നടത്തി. പക്ഷേ സെൻട്രൽ ബാക്സ് ആയിട്ടുള്ള ഇപ്പോൾ അൻവർ അലി വലിയ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മോഹൻ ബഗാനിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഹെക്ടർ യൂസ്റ്റേം അദ്ദേഹം മോശമില്ലാണ്ട് കളിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണോ അദ്ദേഹത്തെ വലച്ചത് എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. വിങ് ബാക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പല പ്ലേയേഴ്സിനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ജിക്സൺ സിംഗ് നോട്ട് അപ് ടു മാർക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോൾ ക്രസ്പോ സ്ഥിരം ഇഞ്ചുറി ആയിരുന്നു. ആദ്യത്തെ ഇടയ്ക്ക് വെച്ച് ഇഞ്ചുറി പറ്റി റൂൾഡ് ഔട്ട് ആയി പോകുന്ന സാഹചര്യം വന്നു. അതുപോലെ ദിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ഗോൾ മാത്രമാണ് ഈ സീസണിൽ ISL അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. അത്രയും കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ ക്ലൈറ്റൺ സിൽവയും മോശം പ്രകടനം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു ഗോൾ പോലും അദ്ദേഹത്തിന് അടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം സെലിസ്, മെസ്സി, ബൗലി പോലെയുള്ള ഇടയ്ക്ക് വെച്ച് വന്നിട്ടുള്ള താരങ്ങളാണെങ്കിൽ പോലും അവർ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നന്ദയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ചെങ്കിലും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നടത്തി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗില്ലിൻ്റെ പേരിനോടൊപ്പം നമുക്ക് പറയാവുന്നതാണ്. അപ്പം
മഹേഷ് ഡീസൻ്റായിട്ട് കളിച്ചു, സൗവിക് ചക്രവർത്തി അത്യാവശ്യം മോശമില്ലാണ്ട് കളിച്ചു എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് പി വി വിഷ്ണുവാണ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിൽ ഒരു ഇംപ്രസീവ് പെർഫോമൻസ് എന്ന നിലയിൽ പറയാനായിട്ട് തോന്നുന്നത്. എന്താണെങ്കിലും ഓസ്കാർ ബ്രൂസോനെ ട്രസ്റ്റ് ചെയ്ത് അടുത്ത സീസണിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോഡ് കാര്യങ്ങളൊക്കെ നടത്തി, പൊളിറ്റിക്സ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന് തിരിച്ചു വരാവുന്നേ ഉള്ളൂ. കാരണം ആ തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു മാനേജ്മെൻ്റ് ആണ്. അത് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഒരു സ്കോഡിൽ ഒരു 50% ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓസ്കാർ ബ്രൂസോൺ അത്യാവശ്യം നല്ലൊരു കോച്ചാണ്, ആ കാര്യത്തിലും സംശയമില്ല. ഇപ്പം ടീമിൻ്റെ ഒരു മൊറൽ മെൻറ്റാലിറ്റി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു തിരിച്ചു വരവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ എന്താണെങ്കിലും നമ്മൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ ഒരു സീസൺ കഴിയുന്ന സമയത്തൊരു റിവ്യൂ എന്ന നിലയ്ക്കാണ് കൂടി ഈ ഒരു വീഡിയോ സംസാരിച്ചത്. അപ്പം നിങ്ങൾക്ക് മറ്റു ടീമുകളുടെയും ഇതുപോലത്തെ റിവ്യൂ ഒക്കെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്യാൻ പറ്റുന്ന ചില ടീമുകളുടെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ ഒരു കാണിക്കേഷൻ